പിന്നെ ഓ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. വേറെന്താ? വേറെന്താ, ഇങ്ങനെയൊക്കെ. ഹലോ, നമസ്കാരം, നമസ്തേ, വണക്കം. എല്ലാവർക്കും പിന്നെ വേറെന്തയിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങൾ 4-5 കൂട്ടുകാർ ചേർന്ന് മോണ്ട് മെഗാൻറ്റിക് എന്ന ക്യൂബക്കിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് വിൻ്റർ ഹൈക്കിന് പോവുകയാണെന്ന്. ഒരു 8 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പക്ഷെ അതിനു മുമ്പ് ആദ്യം അഞ്ജു ശിവേട്ടൻ എലിയാസ് ശിവശങ്കറിൻ്റെ വീട്ടിൽ എന്നെ കൊണ്ടാക്കുകയാണ്. Bye. Bye. വാണിലുള്ള ശിവേട്ടൻ്റെ കൂടെ നമ്മൾ അടുത്തത് പോയത് സ്കാർബറോ എന്ന സ്ഥലത്ത് താമസിക്കുന്ന വരുണിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്നൊരു 30 കിലോമീറ്റർ ഉണ്ട്. ഉച്ചയ്ക്ക് 1:30 പിക്ക് ചെയ്യാന്ന് പറഞ്ഞത് ഗോപേട്ടന് പാഴ്മോഹങ്ങൾ നൽകി ഞങ്ങൾ പറ്റിച്ചു. നമ്മൾ എത്തിയത് 2:30. നമ്മുടെ ഗ്രൂപ്പിലെ കാര്യസ്ഥൻ വരുൺ നമുക്ക് വേണ്ടി പ്രോട്ടീൻസും വെള്ളവും എല്ലാം മേടിച്ചു. നമ്മളതെല്ലാം സെറ്റാക്കിയിട്ട് നേരെ പോയി ജിതിൻ്റെ വീട്ടിലേക്ക്. ജിതിൻ ഒളിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമ്മൾ കാണാൻ പറ്റിയില്ല കേട്ടോ. അവിടെ നിന്ന് ഇനി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നേരെ മോണ്ട് മെഗാൻറ്റിക് ഇൻ ക്യൂബെക്. ഈ ബ്ലൂ ടീഷർട്ട് ഇട്ടാണ് ജിതിൻ. വിശപ്പ് സഹിക്കാനാവാത്തതുകൊണ്ട് നമ്മൾ അടുത്ത ഓൺ റൂട്ടിൽ തന്നെ നിർത്തി. ഓൺ റൂട്ട് ഒണ്ടാരിയോയിൽ പിറ്റ് സ്റ്റോപ്സ് ആണ്. എന്ന് വെച്ചാൽ അവിടെ നമുക്ക് വാഷ്റൂംസിനും ഫുഡ് മേടിക്കാനും എല്ലാം കൺവീനിയൻ്റ് ആയിട്ട് ഹൈവേ സൈഡിൽ നിർത്താൻ പറ്റിയ സ്ഥലങ്ങളാണ്. കുറച്ച് ബർഗറും ഫ്രൈസും അടിച്ചിട്ട് നമ്മൾ നമ്മുടെ ട്രാവൽ കണ്ടിന്യൂ ചെയ്തു. ഈ കാണുന്ന പോലെ നമ്മൾ വളരെ ലോകോത്തരമായ ഡീപ്പ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. വളരെ ഡീപ്പ്. കുടിച്ച കോഫിയിലെ കഫേൻ കൂടിയിട്ടാണോന്നറിയില്ല, എല്ലാവരും നല്ല ഹൈ എനർജിയായി പാട്ടും കൂത്തും തുടങ്ങി. പാട്ടും ഡിസ്കഷൻസും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മോൺട്രിയൽ എത്തി. ഇനി നേരെ പോയി കിടന്നുറങ്ങുന്നു, രാവിലെ എണീക്കുന്നു. ഹൈക്ക് ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ എല്ലാവരും അത് രാവിലെ തന്നെ എണീറ്റു. പുലരാൻ നേരം ജനവാതിൽക്കൽ പുതുതായെത്തും കിളി ചൊല്ലി, അറിയാ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയൂ നിന്റെ വഴി. അവിടേം തട്ടി ഇവിടേം തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി, നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ ഗതി. രാവ് പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിട്ട് ഓടി അരികാരോ വന്നില്ലേ, മിഴിയൊന്നു തിളങ്ങിയില്ലേ. ഗൈസ്, നമ്മൾ പോവുകയാണ്. We are going for a hike to Mount Megantic, which is going to be a gigantic bombastic hike. -23 ആണ്, പക്ഷെ നമ്മളൊരു ചലഞ്ച് എടുക്കുകയാണ്. യെസ് ഗൈസ്, നമ്മളത് ഇന്ന് ഹൈക്ക് തുടങ്ങാൻ പോവുകയാണ്. ഇനി 1.5 മണിക്കൂർ നാളെ എത്തും. -37 ആണ് സമ്മിറ്റിൽ എന്നാണ് ഫീൽസ് ലൈക്ക് വെതർ ഫോർകാസ്റ്റ് പറയുന്നത്. പക്ഷേ വി വിൽ ട്രൈ ടു ഫിനിഷ് ഇറ്റ്. കൺട്രീസിൽ ട്രാവൽ ചെയ്തുകൊണ്ടാണ് അയാൾക്കത് അറിയുന്നത്. ആ അറിവ് വരുന്നത് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെയാണല്ലോ. ബാക്കിയുള്ള രാജ്യങ്ങളിൽ എന്ത് ചെയ്യും. നീ വരുമ്പം ചിരിയേകിടുമ്പം
ചിളവേൽക്കും തണലില് പൂക്കും നഖമൊരു ചങ്ങാത്തം, കനവുകൾ കൊരുത്ത ചിറകുകൾ വിരിച്ചു തീരാ പോക്ക്. ഇന്ന് മൊത്തം ട്രക്കിംഗ്. കാർ പാർക്കിങ്ങിലെത്തി നമ്മളെല്ലാവരും ഹൈക്കിങ്ങിനെ റെഡിയായി. ഈ കാണുന്നതാണ് ടോ വാമർ. കാനഡയിൽ 2 കാര്യങ്ങളില്ലാണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഒന്ന് ആഹാരവും പിന്നെ ടോ വാമറും. ഇന്ന് നമ്മൾ ട്രെക്ക് ചെയ്യാൻ പോകുന്ന മൗണ്ട് മെഗാൻറ്റിക് 1000 മീറ്റേഴ്സ് അബവ് സീ ലെവലും. അവിടെ മുകളിലത്തെ വെതർ എന്ന് പറഞ്ഞാൽ -39 ഡിഗ്രീസാണ് റിയൽ ഫീൽ. കൊടും തണുപ്പ്. ദേവാസുരത്തിൽ രേവതി ചിലങ്കയിടുന്നത് പോലെ ഞാൻ ഈ കാലിലിടുന്ന സാധനമാണ് ക്രാംപോൺസ്. ഇത് നമുക്ക് സ്നോയിൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതില്ലാണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ ഹൈക്കിംഗ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഹൈക്കിംഗ് തുടങ്ങാം. മൊത്തം 18 കിലോമീറ്റർ ലൂപ്പ്. എക്സ്പെക്റ്റഡ് ടൈം 6.5 hours ടു കംപ്ലീറ്റ് ഇറ്റ്. രാവ് പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിട്ട് ഓടിയരികാരോ വന്നില്ലേ, മിഴിയൊന്നു തിളങ്ങിയില്ലേ. പുലരാൻ നേരം ജനവാതിൽക്കൽ പുതുതായെത്തും കിളി ചൊല്ലി, അറിയാൻ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയൂ നിന്റെ വഴി. അവിടേം തട്ടി ഇവിടേം തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി, നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ ഗതി. നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്റ്റീപ്പായി തുടങ്ങിയിട്ടുണ്ട്. വരുൺ ബാക്കിലൂടെ വരുന്നുണ്ട്. എവറസ്റ്റ് കീഴടക്കാൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സീ യു. ഓർമ്മയുടെ ഓളം നീന്തിട്ട് ഓടിയരികാരോ വന്നില്ലേ, മിഴിയൊന്നു തിളങ്ങിയില്ലേ. സ്റ്റീപ്പായ റൂട്ട് നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ വരുണിൻ്റെ ക്രാംപോൺസ് 2 തമ്മിലുടക്കി ഒരെണ്ണം ഇളകിപ്പോയി. അതോടെ നമുക്ക് കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടായി തുടങ്ങി. ചുറ്റും സ്നോ സ്റ്റോമും തുടങ്ങി. മൊത്തം പ്രതികൂല കാലാവസ്ഥ. കയ്യിലുണ്ടായിരുന്ന സ്നോ ഷൂസ് വെച്ച് എത്രയും നേരം വരും അഡ്ജസ്റ്റ് ചെയ്ത് കയറിയെങ്കിലും ഒരു സ്റ്റീപ്പ് സ്ഥലം എത്തിയപ്പോഴേക്കും അത് പണി തന്നു തുടങ്ങി. പിന്നെ ഞങ്ങൾ എഞ്ചിനീയർമാരെല്ലാവരും കൂടി പൊട്ടിയ ക്രാംപോൺസ് വളച്ച് തിരിച്ച് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഇത് കാണുന്ന നമ്മുടെ വീട്ടുകാരറിയട്ടെ എഞ്ചിനീയറിംഗ് വെറുതെ പോയിട്ടില്ലെന്ന്. ഫസ്റ്റ് പോയിന്റില്ല, റെസ്റ്റിംഗ് പോയിന്റ് എത്തി. ഓരോ 2 കിലോമീറ്റർ ട്രെക്കിൻ്റെ ഇടയിൽ നമുക്ക് റെസ്റ്റിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇതിനകത്ത് ഹീറ്റേഴ്സ് ഉണ്ട്. ആൻഡ് നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിടക്കാൻ ബെഡ്സ് വരെ ഉണ്ട്. അപ് ടു 4 ബെഡ്സ് ഉണ്ട്. അറൗണ്ട് $150 ആണ് നൈറ്റ്ലി റേറ്റ്. അവിടെ നിന്ന് ഫുഡൊക്കെ അടിച്ച് നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. ദൂരെ വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര്, കാറ്റിൻ ഗതിയറിയാതോരോ വഴികളിലും പോകാൻ നീയുണ്ടിൽ പോര്. പേമാരിക്കോളും വന്നേ കാറിൻ കലമേലെ കണ്ടേ, മഴ മൂടും മാമല മുകളിൽ ഇടിമിന്നൽ തൂന്നതുമുണ്ട്. പേമാരിക്കോളും വന്നേ കാറിൻ കലമേലെ കണ്ടേ, മഴ മൂടും മാമല മുകളിൽ ഇടിമിന്നൽ തൂന്നതുമുണ്ട്. ദൂരെ വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര്. അപ്പോൾ നമ്മളിതാ എത്രയാണ് വരുന്നത്? Altitude 1020 meters successfully completed. 5 hours of trekking. കണ്ടു രസിക്കാൻ ഏണ്ടട തന്തോയം മേഘത്തേരിൽ ഇതിൽ എത്ര സ്നോ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഓരോ വർഷം. ഫോട്ടോ എടുത്തന്നെ 2014. അപ്പോൾ നമ്മൾ 2008-ലോ 2019-ലോ വന്നിരുന്നെങ്കിൽ ഇത്രയും സ്നോ. എത്ര സ്നോ ഉണ്ടെന്ന് കാണിക്കാൻ ദാ എൻ്റെ ഹൈക്കിംഗ് പോൾ ഒന്ന് കുത്തിച്ച് കാണിച്ചു തരാം. ദാ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും സാധനം. ദൂരെ വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടു
മൗണ്ട് മെഗാൻറ്റിക്കിൻ്റെ ടോപ്പ് മോസ്റ്റ് പോയിൻറ്റും ഒബ്സർവേറ്ററിയുമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എല്ലാം കണ്ടു കഴിഞ്ഞതായി ഈ കാണുന്ന ലൂപ്പ് നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ് ഇനി പോകേണ്ടത്. ഒരു 4.5 കിലോമീറ്റർ. എസ്റ്റിമേറ്റഡ് ടൈം ഒരു 3-4 മണിക്കൂറും കൂടി. മേലെ വാനിലെ കിളികളായി ചേരാം മാരിവിൽ ചെരുവിലായി ഇനി ഒന്നായി ഒന്നായി കാണാം കനവേ. ഹോ തീരാ വെണ്ണില തിരകളായി ചേരാം വെൺമുകിൽ കടവിലായി ഇനി ഒന്നായി ഒന്നായി ഉയരാം നിനവേ. മൊഴികളിൽ നീരാടാ മിഴികൾ നീന്തി അലയാ ഇരുളിലോ തിരിയാകാമെന്നും പകലിനായി മഴയാകാം കുളിരായി പീലി വിടരാ ഈ പൂച്ചെരുവിൽ തണലേകിടുമോ നിലവേ നിലവേ. മിസ്റ്റർ വരുൺ, എന്താണ് അഭിപ്രായം? It was tough, but we did it. യെസ്. ഗോപേട്ടൻ? It was very tough. Still we did it. Yo man, എന്താണ് അഭിപ്രായം? nice, amazing, ഇഷ്ടപ്പെട്ടോ? റിയലി അമേസിംഗ്. really amazing. ഐസായ Frozen ഗെറ്റ് Gatorade. ഫ്രോസൺ ഗെറ്ററേഡ്. Police. അഭിപ്രായം? Come on, say man, police. അപ്പോൾ ശരി ഗൈസ്, ബൈ ബൈ ഫ്രം മൗണ്ട് മെഗാൻറ്റിക്. വീണ്ടും സന്ധിക്കും വരെ ബൈ ബൈ. ഈ ആകാശങ്ങളാകെ നിനവേ നിനവേ. തെന്നൽ പാടുമീ പാട്ടിലെ മൗനം മാഞ്ഞൊരു കവിതയാ ഇനി ഉയരെ 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 പറക്കാം.